ബേസിൽ ഇങ്ങനെ കർണാട്ടിക് സംഗീതം പഠിക്കാൻ തുടങ്ങുന്ന കാര്യം പറയുന്നുണ്ട്. താഴത്തെ സാ തൊട്ട് മേളത്തെ സാ വരെ എത്തുന്നതിന്റെ ഒരു വലിയൊരു ലോങ് സ്റ്റോറി ഉണ്ടായിരുന്നില്ല. അതെ അതെ അതെ, തിരിച്ചു വരാൻ പറ്റിയില്ല. സരിഗമ പദനിസ വരെ എത്തി, തിരിച്ചു വരാൻ പറ്റണില്ല. അല്ലല്ല, ആ സരിഗമ പദനിസയിൽ എത്തി കഴിഞ്ഞപ്പോഴേക്കും പാട്ട് പഠിപ്പിച്ച ടീച്ചർ തബലക്കാരനോട് ഒളിച്ചോടി ആ സൈന്ന് തിരിച്ചിപ്പുറത്തെ സായിലേക്ക് പഠിക്കാൻ പറ്റിയില്ല. അവിടെ ഗസ്റ്റ് അതുപോലെ ജഡ്ജൊക്കെ ആയിട്ടിരിക്കുന്നത്. മോളത്തെ സാരി നിക്കാണ്. അപ്പൊ വിഷ്ണു പഠിച്ചോ, സംഗീതം പഠിച്ചോ? ഇല്ല സർ, ബേസിൽ പഠിച്ചിട്ട് പഠിക്കാന്ന് വിചാരിച്ചു. സിനിമയിൽ ഗാനഗുണ്ടയില്ലേ? അതെ അതെ, ഗാനഗുണ്ടുണ്ട്. അതെങ്ങനെയാണ് അത് വന്നത്? എനിക്ക് തോന്നുന്നു ടോബിക്ക് ഒരു എന്താ പറയുന്ന ഒരു സംഗീതജ്ഞനെ പ്ലേ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞങ്ങള് ഗുണ്ടയും കൂടെ ചേർത്താണ് കൊടുത്തത്. അപ്പൊ ഒരു ഗാനഗുണ്ട അതില് പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പൊ എന്തായാലും കാണുമ്പം കറക്റ്റ് മനസ്സിലാവും. ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ബേസിൽ എന്താണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്? ഇതൊരു ക്യാമ്പസ് എന്റർടൈനർ ആണ്. ബേസിക്കലി ഒരു കോളേജിൽ, സാറ് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ. പിന്നെ നമ്മള് അപ്പൊ ഇലക്ട്രിക്കൽ അല്ലേ? അതെ അതെ അതെ. വിനീത് പക്ഷേ ഇലക്ട്രിക്കൽ അല്ലല്ലോ. ഞാൻ മെക്കാനിക്കൽ ആയിരുന്നു. മെക്കാനിക്കൽ. വിഷ്ണു എഞ്ചിനീയർ ആണോ? അല്ല, ഞാൻ BBA. അപ്പൊ അവിടുത്തെ ധ്വനി എന്നൊക്കെ പറയുന്ന ഫെസ്റ്റ് ഒക്കെ ഇല്ലേ, CET, അങ്ങനത്തെ ധ്വനിയൊക്കെ പോലത്തെ ഒരു ഫെസ്റ്റ്, അതിൽ നിന്നൊക്കെ ഉണ്ടായ പോലത്തെ ഇൻസിഡൻസ് ഒക്കെ ആയിട്ട് ഒരു സിനിമയാണ് ബേസിക്കലി. അങ്ങനെ ഒരു കോളേജ് ഫെസ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കോൺഫ്ലിക്റ്റുകളും അതിന്റെ ഇടയിൽ സംഗീതജ്ഞനായ ഒരു ഗുണ്ട വന്ന് കയറുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പൊ അതാണ് ടൊവിയുടെ ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ അവിടെ ഒരു സ്റ്റുഡന്റ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ അത്രയും കൊച്ചു പ്രായമാണ്. കുറച്ച് യങ്ങായി. രസമുണ്ടാവും തീർച്ചയായിട്ടും അല്ലേ? അപ്പൊ ബേസിക്കലി ഇപ്പൊ ഇതൊരു മ്യൂസിക് പ്രോഗ്രാമും കൂടെ ആയതുകൊണ്ട് മ്യൂസിക് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സിനിമയും കൂടെയാണ് ഇത്. അതിരടി എന്ന് പേരുണ്ടെങ്കിൽ പോലും സിനിമ കണ്ടവർക്കറിയാം മ്യൂസിക് ആണ് ഈ സിനിമയുടെ സോൾ എന്ന് പറയുന്നത്. അപ്പോ ലൈക് വില്ലനാണെങ്കിലും നായകനാണെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സിനും മ്യൂസിക്കിലാണ് ഇത് ഈ സിനിമ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു എൻ്റെ തീം ബേസിക് ലെയർ ഓഫ് സിനിമ എന്ന് പറയുന്നത് മ്യൂസിക് ആണ്. അപ്പൊ അതാണ് ഈ സിനിമയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി. വിഷ്ണു ആണ് മ്യൂസിക് അല്ലേ? അതെ അതെ അതെ, ഗംഭീരായിരിക്കും, സംശയമില്ലല്ലോ. ഷാൻ അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ, ഷാനിക്ക ആസ് ആൻ ആക്ടർ. അപ്പൊ മ്യൂസിക് കമ്പോസേഴ്സിനൊക്കെ ആക്ട് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലേ? അപ്പോഴേ ഇവിടെ ഒരാളുണ്ട് കേട്ടോ അപ്പുറത്ത്, സുന്ദരൻ സുമുഖൻ, ഒരു രക്ഷ, ഭയങ്കര മിടുക്കന അഭിനയിക്കും. സുശീലൻ സൽസ്വഭാവി കല്യാണാലോചന. അല്ല, എന്നെ ഓൾറെഡി എനിക്ക് ഓഫർ തന്നിരുന്നല്ലോ വിനീത്. അതെ അതെ. അല്ല, ഞാനൊരു പടത്തിന് മധുചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ പറഞ്ഞു മധുചേട്ടൻ വേണ്ട. അല്ല അങ്ങനെയല്ല, ഇച്ചിരി അതുകൊണ്ടല്ല അത് ഇച്ചിരി നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. കറക്റ്റ് ആയിരിക്കും. അല്ല, വിനീത് നോക്കിയപ്പോ അവിടെയൊക്കെ പോസ്റ്റർ ഞാൻ തൊഴുത് പിടിച്ചിരിക്കണ മറ്റേ പൊന്നാടയൊക്കെ മറ്റേ മേൽമുണ്ട കൊടുത്ത് അങ്ങനെ നിൽക്കുന്ന ഞാൻ വേറെ നെഗറ്റീവ് ഇതിലേക്ക് ആൾക്കാരുടെ ആ ഇമേജ് മൊത്തം മാറും എന്നുള്ള രീതിയിലാണ് പിന്നെ വിനീത് തന്നെ വേണ്ടാന്ന് വെച്ചത്. പക്ഷെ ഞാൻ റെഡി ആയിരുന്നു കേട്ടോ. അതെ, ഞാനായിട്ട് എന്നെ വിളിച്ച് മനുഷ്യനോട് പറഞ്ഞു, ഞാനായിട്ട് എന്നെ വിളിച്ച് ശരിക്കും വിനീത് ബേസിലിനെ കണ്ടെത്തിയതാണോ? ബേസിൽ വിനീതിനെ കണ്ടെത്തിയതാണോ? ബേസിൽ എന്നെ കണ്ടെത്തിയതാണ്. അതെങ്ങനെയായിരുന്നു അതിന്റെ കഥ? ബേസിയുടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, പ്രിയംവദ എന്ന് പറഞ്ഞിട്ട്. ഫുൾ പേര് പറയണോ? പ്രിയംവദ കാതരയാണ്. കാതരയാണോ? അല്ലെ, ആണോ? അപ്പോൾ ആ ഷോർട്ട് ഫിലിം എനിക്ക് അയച്ചു തന്നിട്ട് അത് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഈ 2011-12 ടൈമിലൊക്കെ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ആൾക്കാർ ചെയ്യുന്ന ഒരു സമയമല്ല. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ കണ്ടു നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞു AD ആവാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എന്റെ സിനിമ തുടങ്ങാറായപ്പോ ബേസിനെ വിളിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അതെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ്. ബേസിൽ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുമ്പോഴാണോ ഇത് സംഭവിക്കുന്നത്? അതെ 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 അതെ. തിരുവനന്തപുരത്ത് പഠിച്ചിട്ട് പിന്നെ ഇൻഫോസിസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ സിനിമ ആഗ്രഹമൊക്കെ ആയിട്ടൊരു, എന്നാ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നാ പിന്നെ ഒരു ഷോർട്ട് ഫിലിം എടുത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രമം നടത്തി നോക്കാം എന്ന് വിചാരിച്ച് ചെയ്തിട്ട് വെറുതെ ഒരു മെസ്സേജ് അയച്ചു നോക്കിയതാ ഫേസ്ബുക്കിൽ ഒരു. പക്ഷെ അത് കണ്ടു. വിനീതയുടെ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആയിരുന്നു അല്ലേ? ആ സമയത്ത് ആക്റ്റീവ് ആയിരുന്നു. ടൊവിനോയും ബേസിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് മാറി മാറി കളിക്കുകയാണല്ലേ? മരണമാസം പ്രൊഡ്യൂസ് ചെയ്ത് ടൊവിനോ ആണ്. ടൊവിനോ ആയിരുന്നു. അതിൽ നായകൻ ബേസിലാണ്, നേരെ തിരിഞ്ഞ്.
ഇതിപ്പോ രണ്ടുപേരും പ്രൊഡ്യൂസർ ഇപ്പൊ അല്ലേ? രണ്ടുപേരുണ്ട്, കോ പ്രൊഡ്യൂസറാണ്, രണ്ടുപേരും അഭിനയിക്കുന്നുണ്ട്. ഇതിൽ ടൊവി ഫുൾ ലെങ്ത് തന്നെയാ, ത്രൂ ഔട്ട് ദ ഫിലിം ഉണ്ട്. അവൻ കോ പ്രൊഡ്യൂസറാണ് ഈ സിനിമ. ഈ അതിരടി എന്ന് പേരിടാൻ കാരണം എന്താ? മറ്റേ അടിപൊളി എന്നൊക്കെ പറയുന്ന പോലെ അതിരടി ഇത്തിരി പടം എന്നൊക്കെ ഓ, okay. തമിഴില് കേൾക്കുന്ന പോലെ. അതിരടി okay. അതിര അടിയല്ല, ആ അടിയല്ല. അടിപൊളിയാണ്. നമ്മൾ തന്നെ പറയുവാണ് ഈ പടം അടിപൊളിയാണ്. അല്ല, അടിപൊളിയാണല്ലോ, സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്തായാലും. അതെ അതെ അതെ. പടം വളരെ അടിപൊളിയായിട്ട് പോകുന്നു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. തിരക്കിലൊന്നും കാണാൻ പറ്റിയിട്ടില്ല, നമ്മൾ കാണാൻ പോവാണ് അല്ലേ, നമ്മളെല്ലാവരും കണ്ടു നോക്ക് എന്തായാലും. നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക്കും കൂടെ ഉള്ളതുകൊണ്ട് ചിലപ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടപ്പെടും. ഞങ്ങൾക്ക് ഈ ഷൂട്ടിന്റെ തിരക്കൊണ്ട് ഇതുവരെ കാണാൻ സാധിച്ചില്ല. എന്തായാലും ഉടനെ തന്നെ ഞങ്ങൾ എല്ലാവരും പോയി കാണുന്നത്. എനിക്കൊന്ന് സാറിനാണെങ്കിലും ആയിരിക്കാണെങ്കിലും മനുഷ്യനാണെങ്കിലും ഭയങ്കര റിലേറ്റ് ചെയ്യുന്ന സിനിമയായിരിക്കും. നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള കുറെ ഇൻസിഡൻസ് ഈ സിനിമയിലുണ്ട്. കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഈ സബ്ജക്ട് ഫസ്റ്റ് ബേസ് എന്നോട് വന്ന് പറഞ്ഞപ്പോ ഇതേ സിറ്റുവേഷനിൽ കൂടെ നമ്മൾ പോയിട്ടുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടെ ഭയങ്കര സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ എന്നിട്ട് ഇതിന്റെ ഡയറക്ടറെ വിളിച്ചു പറയുകയും ചെയ്തു, അരുൺ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സിമിലർ സിറ്റുവേഷൻ ഈ പടത്തിലുള്ള പോലെ തന്നെ ഒരു ഇൻസിഡന്റ് നടന്നു. നമ്മളെല്ലാരും ഇത്തരം സാഹചര്യങ്ങളിൽ കൂടെ പോയിട്ട്, എസ്പെഷ്യലി മ്യൂസിക്കിലുള്ള ആൾക്കാര്. വിഷ്ണുവിന്റെ റോൾ എന്താ അതില്? വില്ലനാണോ? അല്ല 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 അല്ല, ആദ്യമായി വടിവാളും തോക്കൊന്നും ഇല്ലാതെ. ഓ ശരി, ആദ്യമായിട്ട് നല്ല കുട്ടിയായിട്ട് അഭിനയിക്കുക. ഞാൻ ഇതില് ബേസിൽ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് സാംകുട്ടി എന്നാണ്. എൽഡർ ബ്രദർ ആയിട്ട് അഭിനയിച്ചത് സാംബോയ്. സാംബോയുടെ ചേട്ടൻ ജോസഫ്. ഓക്കെ 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 ഓക്കെ.